ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പം 500-1000 സബ്സ്ക്രൈബേഴ്സൊക്കെ കാണും അല്ലേ. അപ്പം നമ്മളൊരു ഷോർട്സോ വീഡിയോസോ ഇട്ടാൽ മാക്സിമം 100 പേര് 200 പേര് അങ്ങനെയൊക്കെ ആയിരിക്കും കാണുന്നത്. അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അത്രയും പോലും നമ്മളിടുന്ന വീഡിയോസോ അല്ലെങ്കിൽ ഷോർട്സോ ഒന്നും കയറുന്നില്ല. അതെന്തായിരിക്കും കാരണം? നിങ്ങളിടുന്ന ഇതൊക്കെ മറ്റുള്ള ചാനലിലേക്ക് റെക്കമെൻഡായിട്ടൊക്കെ പോകുന്നുണ്ട്, അവർക്കൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതുപോലുള്ള ഒരു ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു അത്. കുറച്ച് നാളിന് മുമ്പ് എനിക്കും അങ്ങനെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ വൈറ്റി സ്റ്റുഡിയോയിൽ ചെന്ന് കുറേ ഓപ്ഷൻസും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ഭയം എൻ്റെ അങ്ങ് പോയി. കാരണം എന്ന് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസ് ഞാൻ ഇടാൻ അധികം നാൾ തുടങ്ങിയിട്ടില്ല, പക്ഷേ ഷോർട്സൊക്കെയാണ് ഞാൻ സ്ഥിരം ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഷോർട്സിനകത്തൊക്കെ നല്ല രീതിയിൽ എനിക്ക് എന്താ പറയുക, പിന്നെ നല്ല രീതിയിൽ എനിക്ക് വ്യൂസ് വരുന്നുണ്ട്, മാക്സിമം അതിൽ നിന്ന് സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട്, അത്യാവശ്യം വാച്ചറായാലും ഷോർട്സിനകത്തുനിന്ന് എനിക്ക് ഏണിങ്സ് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ മോണിയായ ഒരു വ്യക്തി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെയെല്ലാം എനിക്ക് ഭയങ്കര ഉപകാരമായി. അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വേണ്ടിയാണ് പ്രധാനമായിട്ടും നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോസ് ഇടുന്നത്. അപ്പോഴാദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ വ്യൂസ് കുറയുന്നതിനുള്ള ഒരു പരിഹാരവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ എങ്ങനെയാണ് വൈറ്റി സ്റ്റുഡിയോയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ അതേ രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും. ഞാൻ അതേ രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ എൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ ചെയ്തു വെച്ച കൊച്ചു നുറുങ്ങുകളും കാര്യങ്ങളും ഒക്കെയാണ് അത് നിങ്ങളിലോട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പം നിങ്ങളുടെ വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോഴുണ്ടല്ലോ, മണ്ടയ്ക്ക് റൈറ്റ് സൈഡിൽ നമ്മുടെ ഒരു പ്രൊഫൈലിൻ്റെ ഐക്കൺ കാണത്തില്ലേ, അപ്പം ആ ഐക്കണിൽ പിടിച്ചൊന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അടുത്തതെന്ന് വെച്ചാൽ ആ പെൻസിലിൻ്റെ ഓപ്ഷൻ കാണുമല്ലോ, ആ പെൻസിലിൻ്റെ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ആ പെൻസിലിൻ്റെ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുമ്പോൾ അടുത്തതെന്ന് വെച്ചാൽ ഹോം ടാബ് എന്ന് പറയുന്ന സംഭവം വരുവേ. ഹോം ടാബ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കണം. ആ ഓപ്ഷൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുമ്പോൾ അടുത്തത് വരുന്നതെന്ന് വെച്ചാലുണ്ടല്ലോ, ഹോം ടാബ് ഫോർ യു എന്ന് പറയുന്നത് അതൊന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ എന്നിട്ട് മോർ സെറ്റിങ്സ് എന്നും പറഞ്ഞിട്ട് അടിയിലത്തെ സംഭവം ഉണ്ടല്ലോ, ഒരു നീല കളറിലെ, അതിൽ പിടിച്ചൊന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഇതെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസും ഷോർട്സും ഇട്ടാൽ മറ്റുള്ള ചാനലിലേക്ക് റെക്കമെൻഡായിട്ട് പോകാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. അത് അങ്ങനെ മോർ സെറ്റിങ്സിൽ പിടിച്ച് ഞെക്കുമ്പോഴാണ് വീഡിയോസ് ഷോർട്സ് ലൈവ് സ്ട്രീം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. അതെല്ലാം നമ്മൾ ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഓൺ ആക്കി വെച്ചേക്കണം. അതുപോലെ തന്നെ ഓൾ കണ്ടൻസിൽ ഞാൻ പിടിച്ച് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയെല്ലാം സെറ്റിങ്സിലെല്ലാം ഇങ്ങനെയെല്ലാം ചെയ്ത് വെച്ചതുകൊണ്ടാണ് എൻ്റെ ഷോർട്സ് ഒക്കെ കയറി പോകുന്നത്. മാക്സിമം ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങിയത് ഉള്ളതുകൊണ്ട് എനിക്ക് മാക്സിമം വീഡിയോസ് ഒന്നും കയറുന്നില്ല, പക്ഷേ ഷോർട്സ് ശരിക്കും കയറുന്നതും അതുപോലെ തന്നെ ഷോർട്സിനകത്തേക്ക് കൂടെ തന്നെ നമുക്ക് വരുമാനം കൂടാനും അത് വാച്ചർ കിട്ടാത്ത ആൾക്കാർക്ക് അതിൽ നിന്നൊക്കെ വാച്ചറും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കെ. ഞാൻ ഇതുപോലെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഒന്ന് കണ്ടു നോക്കി നിങ്ങൾ അതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പകുതി ഒരു ആശ്വാസം കിട്ടും. കാരണം അതുപോലെ വ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് വരും. പിന്നെ എനിക്കും ഇതുപോലെ വ്യൂസും ഒക്കെ എനിക്ക് ഇതുപോലെ കുറവ് ആയിരുന്ന സമയങ്ങളിൽ ഞാൻ ഇതുപോലെയൊക്കെ എന്തായിരിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കി വലിയ ക്രിയേറ്റേഴ്സിനൊക്കെ ഓരോന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്ന അറിവാണ് ഇത്. ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതൊന്നുമല്ല. വലിയ ക്രിയേറ്റേഴ്സൊക്കെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ള അറിവുകളാണ്. അവരുടെയൊക്കെ യൂട്യൂബ് ചാനലൊക്കെ നോക്കി അങ്ങനെ പറ്റിയത്. അതുപോലെ തന്നെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. സെറ്റ് ചെയ്ത് വെച്ച് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടി തുടങ്ങി. ഞാൻ ശരിക്കും ഇപ്പം വലിയ കുഴപ്പമില്ല, ഞാനിപ്പോൾ ഹാപ്പിയാണ് കേട്ടോ. കാരണം ഞാൻ വീഡിയോസ് ഇടുമ്പോൾ മാത്രമേ ഉള്ളൂ അധികം കയറാത്തത്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ ഒന്നര ആഴ്ച പോലും ആയിട്ടില്ല കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടിട്ട്. അതുപോലെ തന്നെ ഞാൻ ഷോർട്സാണ് ഞാൻ എപ്പോഴും ഇടുന്നത്. അപ്പോൾ എൻ്റെ ഷോർട്സ് നിങ്ങൾ ഒന്ന് ജസ്റ്റ് നിങ്ങൾ എൻ്റെ ഷോർട്സ് കയറി നോക്കിയാൽ തന്നെ നിങ്ങൾക്കതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലാകും. പഴയ ഷോർട്സും ഇപ്പോഴത്തെ പുതിയ ഷോർട്സുകളും തമ്മിലുള്ള ആ ഒരു മാറ്റം നിങ്ങൾക്കപ്പോൾ മനസ്സിലാകും. പിന്നെന്ന് വെച്ചാൽ നമുക്ക് ഷോർട്സ് കൂടാൻ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് അറിയാൻ തുടങ്ങി. നമുക്ക് സബ് കൂടാൻ തുടങ്ങി. ഷോർട്സൊക്കെ അങ്ങോട്ട് കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ നിന്ന് നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് അതുപോലെ വാച്ച് അവർ ആയാലും അതുപോലെ തന്നെ ഏണിങ്സ് അതിൽ നിന്നും കിട്ടാൻ തുടങ്ങി. ഒത്തിരി ഒന്നുമില്ല, 1 lakh ആണെന്നുണ്ടെങ്കിൽ $1 എന്നാലും വേണ്ടിയില്ല, കിട്ടുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ എനിക്ക് കിട്ടാൻ തുടങ്ങിയപ്പം നമുക്ക് ആ ഒരു അറിവ് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഉപകരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടുന്ന വീഡിയോസാണ് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനിയൊരു വീഡിയോസുമായിട്ട് വരുന്നിടം വരെ ഓക്കെ, ബൈ, സീ യു.